കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസിന്റെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം നേതൃത്വം നൽകുന്ന ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 6.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ഫയലുകൾ ലേൺവൈസ് ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 7592939616 എന്നതാണ്. സോ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ജൂൺ 2026 അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. ഹായ്, വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 6.0 ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ എന്ന് പറയുന്നത് MA എഡ്യൂക്കേഷന്റെ പേപ്പർ ആയിട്ടുള്ള MES 13 എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറാണ്. സോ നമുക്ക് ഈ പേപ്പർ ഏതാണ് എന്നുള്ളത് നോക്കാം. MES 103 എന്ന് പറഞ്ഞിട്ടുള്ള 013 എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ എന്ന് പറയുന്നത് ലേണിംഗ്, ലേണർ ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറാണ്. ഈ ഒരു പേപ്പറിന്റെ ടേം ആൻഡ് എക്സാമിനേഷൻസ് അപ്രോച്ച് ആയിരിക്കും. അതുകൊണ്ട് തന്നെ PYQനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് സെക്ഷൻ ആണ് ലേൺവൈസിന്റെ ഈ അഡ്വാൻസ് ലേണിംഗ് എക്കോസിസ്റ്റത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. സോ ഈ ഒരു സെക്ഷൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ജൂൺ 2022 മുതൽ ഡിസംബർ 2025 വരെ ടേം ആൻഡ് എക്സാമിനേഷൻസിന്റെ പേപ്പേഴ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്തതിന്റെ ബേസിസിലാണ് ഈ ഒരു സെക്ഷൻ എടുക്കുന്നത്. സോ ഈ ഒരു സെക്ഷനകത്ത് ഹൈ എൻഡ് ആയിട്ടുള്ള സിലബസ് മാപ്പിംഗ്, വരാൻ സാധ്യതയുള്ള പ്രോബിലിറ്റി ക്വസ്റ്റ്യൻസുകൾ, ഫുൾ ആയിട്ടുള്ള പ്രഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റ്സുകൾ, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ആൻസർ ടൂൾ റൈറ്റിംഗ് കിറ്റ്, അത് മാത്രമല്ല ഒരു റിവിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാമിനേഷന് മുന്നേ ആയിട്ട്. സോ അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു എക്സാമിനേഷൻ വളരെ നമ്മൾ റിവിഷൻ നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വളരെ ഫോക്കസ്ഡ് കൂടിയും കാമോട് കൂടിയിട്ട് നമുക്ക് എക്സാമിനേഷൻ അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ ആ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി പാനിക്കോട് കൂടിയിട്ടോ ഫിയറോട് കൂടിയിട്ടോ അപ്രോച്ച് ആക്കേണ്ട ഒന്നല്ല. അപ്പൊ അതെങ്ങനെ നമുക്ക് അതെങ്ങനെ പഠിക്കാം എന്നുള്ളത് നമുക്ക് ഈ ഒരു സെക്ഷനിലൂടെ നോക്കാം. സോ ഹൗ ടു യൂസ് ദിസ് ഡെക്ക് എന്ന് പറഞ്ഞ സെക്ഷനിലോട്ടാണ് പോകുന്നത്. അതായത് നമ്മുടെ മുന്നിലേക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം മാത്രമേ ഉള്ളൂ എങ്കിൽ ഒരു ലേണർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ മാത്രമേ പഠിക്കാനായിട്ട് പറ്റുള്ളൂ. അതല്ല, നമ്മുടെ മുന്നിലേക്ക് ഒരു 1 or 2 3 വീക്സ് നമ്മുടെ മുന്നിലേക്ക് ഉണ്ട് എങ്കിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് SLMsകളും PYQസും ഒക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. സോ എക്സാമിനേഷൻ പാറ്റേൺ ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചറിങ് നോക്കുമ്പോൾ 70 മാർക്കിന്റെ വെയിറ്റേജ് വരുന്ന പേപ്പറാണിത്. 3 അവറിന്റെ ഡ്യൂറേഷൻ ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1, 2, 4 എന്ന് പറയുന്നത് 600 വേർഡ്സിന് വരുന്ന ലോങ് ടേം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 4 ചോയ്സസ് ഇതിനകത്ത് വരാറുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 3 എന്ന് പറയുന്നത് സബ് ക്വസ്റ്റ്യൻസ് വരും. A to F ആയിട്ട് സബ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 150 വേർഡ്സിലാണ് ആ ക്വസ്റ്റ്യൻസ് അത്രയും വരുന്നത്. ബ്ലോക്ക് 3 എന്ന് പറയുന്നത് ലേണിംഗ് എൻവയോൺമെന്റും ബ്ലോക്ക് 5 എന്ന് പറയുന്നത് തിയറീസ് ഓഫ് ലേണിംഗ് ആണ്. ഇത് ടുഗദർ ആയിട്ടാണ് പേപ്പറിനകത്ത് സാധാരണ ചോദിക്കുന്നത്. അടുത്ത എക്സാമിനേഷൻ പേപ്പർ ബ്ലൂ പ്രിന്റ് ആണ്. എക്സാമിനേഷൻ പേപ്പർ ബ്ലൂ പ്രിന്റ് നോക്കുമ്പോൾ 10 മാർക്കിന്റെ ആപ്ലിക്കേഷൻ ആൻഡ് ഇലിസ്ട്രേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ക്രിട്ടിക്കൽ ആൻഡ് അനാലിസിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് 15% വരുന്നുണ്ട്. തിയറട്ടിക്കൽ ആൻഡ് ക്വസ്റ്റ്യൻസുകൾ വരുന്നുണ്ട്. ഷോർട്ട് തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻസ് അത് ഏതാണ്ട് ഒരു 35% വരുന്നുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് തിയറട്ടിക്കൽ വരുന്നുണ്ട്. ക്വസ്റ്റ്യൻ 1, 2, 4 എന്ന് പറയുന്നത് 40 മാർക്സിന് ഡിസ്ക്രിപ്റ്റീവ് തിയറി ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. സോ ഹൈ എൽഡ് ആയിട്ടുള്ള സിലബസ് മാപ്പിംഗ് നോക്കാം. അതായത് ഇവിടെ ലേൺവൈസ് ഇവിടെ 3 ടയേഴ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഹൈ എൽഡിങ് ആയിട്ടുള്ളത് 3 സ്റ്റാറും അതേപോലെ തന്നെ മീഡിയം എൽഡിങ് ആയിട്ടുള്ളത് 2 സ്റ്റാറും ലോ എൽഡിങ് ആയിട്ടുള്ളത് 1 സ്റ്റാറും കൊടുത്തിട്ടാണ് പഠിക്കേണ്ടത്. അതായത് ഈ പറയുന്ന പഠിക്കുന്ന സമയത്ത് 50% ഈ പറയുന്ന ഹൈ എൽഡിങ് ആയിട്ടുള്ള ടോപ്പിക്കുകളും മീഡിയം എൽഡിങ് ടോപ്പിക്കുകൾ 30%, 20% ലോ എൽഡിങ് ആയിട്ടുള്ള ടോപ്പിക്കും ആയിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ടുള്ളത്. ഇനി ബ്ലോക്ക് 1 യൂണിറ്റ് 1 ലേണിംഗ് ഇൻ സ്കോപ്പ് 4 തവണയാണ് വന്നിട്ടുള്ളത്. ജൂൺ 2025 വന്നിട്ടുള്ളതാണ്. അത് ഹൈ ടയർ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ ബ്ലോക്ക് 1 യൂണിറ്റ് 2 ഡൈനാമിക്സ് ഓഫ് ലേണിംഗ് 6 തവണയാണ് വന്നിട്ടുള്ളത്. ഡിസംബർ 2025 വന്നിട്ടുള്ളത്. അതൊരു ഹൈ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. മീഡിയം ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് ബ്ലോക്ക് 1 യൂണിറ്റ് 4 ലേണിംഗ് ട്രെൻഡ്സ് ആൻഡ് സിസ്റ്റംസ് 3 തവണയാണ് വന്നിട്ടുള്ളത്. ഡിസംബർ 2025 വന്നിട്ടുള്ളത്. ഒരു ലോ ലെവൽ ക്വസ്റ്റ്യൻ ആണ് ജൂൺ 2025 ചോദിച്ചിട്ടുള്ള ബ്ലോക്ക് 1 യൂണിറ്റ് 3 ലേണിംഗ് ഇഷ്യൂസ് ആൻഡ് കൺസേൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് 1 തവണ അത് ചോദിച്ചിട്ടുള്ളൂ. ബ്ലോക്ക് 2 യൂണിറ്റ് 5 ദ ഫാക്ടേഴ്സ് ഓഫ് ലേണിംഗ് 4 തവണയാണ് അത് വന്നിട്ടുള്ളത്. ഡിസംബർ 2025 വന്നിട്ടുള്ളത്. ഒരു ഹൈ ലെവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 6 ദ ഫാക്ടേഴ്സ് അഫക്ടിങ് ദ ലേണിംഗ്
ലേണിംഗ് 5 തവണയാണ് വന്നിട്ടുള്ളത്. ഡിസംബർ 2025 വന്നിട്ടുള്ളതാണ്. ഹൈ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 7 ദ ലേണേഴ്സ് വേരിയസ് പെർസ്പെക്ടീവ്സ് ജൂൺ 2022 ചോദിച്ചിട്ടുള്ളതാണ്. അതൊരു ലോ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ ലോ ലെവലിൽ വരുന്നതാണ് ഈ ബ്ലോക്ക് 3 യൂണിറ്റ് 8 ലേണിംഗ് എൻവയോൺമെന്റ് മീനിങ് ആൻഡ് സ്കോപ്പ് ജൂൺ 2022 ചോദിച്ചിട്ടുള്ളതാണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 9 ലേണിംഗ് എൻവയോൺമെന്റ് ഹോം ആൻഡ് കമ്മ്യൂണിറ്റി 2 തവണയാണ് വന്നിട്ടുള്ളത്. ഡിസംബർ 2024 ചോദിച്ചിട്ടുള്ളതാണ്. മീഡിയം ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 10 ലേണിംഗ് ഇൻ ദ സ്കൂൾ എൻവയോൺമെന്റ് 3 തവണയാണ് വന്നിട്ടുള്ളത്. ഡിസംബർ 2024 വന്നിട്ടുള്ളത്. ഒരു മീഡിയം ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 11 ലേണിംഗ് ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ട് 7 തവണയാണ് വന്നത്. ഡിസംബർ 2025 വന്നിട്ടുള്ളത്. ഒരു ഹൈ ലെവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 12 കൊഗ്നേറ്റീവ് ലേണിംഗ് ആൻഡ് ഇറ്റ്സ് ഓർഗനൈസേഷൻ 2 തവണയാണ് വന്നിട്ടുള്ളത്. ജൂൺ 2025 വന്നിട്ടുള്ളത്. ഒരു മീഡിയം ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 13 അഫക്റ്റീവ് ആൻഡ് സൈക്കോമോട്ടോർ ലേണിംഗ് ആൻഡ് ഇറ്റ്സ് ഓർഗനൈസേഷൻ 5 തവണയാണ് വന്നിട്ടുള്ളത്. ഡിസംബർ 2025 വന്നിട്ടുള്ളത്. ഒരു ഹൈ ലെവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 14 അസസ്മെന്റ് ഓഫ് ലേണിംഗ് അതൊരു 5 തവണയാണ് വന്നിട്ടുള്ളത്. ഡിസംബർ 2025 വന്നിട്ടുള്ളത്. ഒരു ഹൈ ലെവൽ ടോപ്പിക് ആണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 15 കരിക്കുലം ബേസ്ഡ് ലേണിംഗ് 2 തവണയാണ് വന്നിട്ടുള്ളത്. ഡിസംബർ 2024 വന്നിട്ടുള്ളത്. അതൊരു മീഡിയം ലെവൽ ടോപ്പിക് ആണ്. ബ്ലോക്ക് 5 യൂണിറ്റ് 16 ബിഹേവിയറിസ്റ്റൽ ലേണിംഗ് തിയറീസ് ആൻഡ് ഇൻസ്ട്രക്ഷണൽ ആപ്ലിക്കേഷൻസ് 4 തവണയാണ് വന്നിട്ടുള്ളത്. ഡിസംബർ 2025 വന്നിട്ടുള്ള. ഒരു ഹൈ ലെവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ ഹൈ ലെവൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ബ്ലോക്ക് 5 യൂണിറ്റ് 18 ഇൻഫർമേഷൻ പ്രോസസിംഗ് ആൻഡ് ഹ്യൂമാനിസ്റ്റിക് അപ്രോച്ച് ഓഫ് ലേണിംഗ് 4 തവണയാണ് അത് ചോദിച്ചിട്ടുള്ളത്. ഡിസംബർ 2025 ജൂൺ 2025 കൺസ്ട്രക്റ്റിവിസം യൂണിറ്റ് 19 അതും ഒരു ഹൈ ലെവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ ബ്ലോക്ക് 5 യൂണിറ്റ് 17 ജിസാൾട്ട് ആൻഡ് കൊഗ്നേറ്റീവ് ലേണിംഗ് ആൻഡ് സൈക്കോളജി ഓഫ് ലേണിംഗ് അത് 3 തവണയാണ് വന്നിട്ടുള്ളത്. ഡിസംബർ 2025 വന്നിട്ടുള്ളത്. അതൊരു മീഡിയം ലെവൽ ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഇനി യൂണിറ്റ് ബൈ ഫ്രീക്വൻസി നോക്കുമ്പോൾ ഹൈ ലെവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് റെഡ് കളറിലാണ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. മീഡിയം ലെവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ യെല്ലോ അല്ലെങ്കിൽ ഗോൾഡ് കളറിലാണ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ലോ ലെവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഗ്രീൻ അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂ കളറിലാണ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ടോപ്പ് ആയിട്ട് വരുന്ന 5 റിപ്പീറ്റഡ് ആയിട്ടുള്ള എക്സാം ടോപ്പിക്സുകൾ നോക്കുമ്പോൾ എൻവയോൺമെന്റൽ സോഷ്യൽ ക്ലാസ് യൂണിറ്റ് 11 കോഗ്നേറ്റീവ് ആൻഡ് മോറൽ ഡെവലപ്മെന്റ് യൂണിറ്റ് 2 അസസ്മെന്റ് ഓഫ് ലേണിംഗ് യൂണിറ്റ് 14 അഫക്റ്റീവ് ആൻഡ് സൈക്കോമോട്ടോർ ലേണിംഗ് യൂണിറ്റ് 13 സെൽഫ് കോൺസെപ്റ്റ് ലോക്കസ് ആൻഡ് ഗോൾസ്. എൻവയോൺമെന്റൽ സോഷ്യൽ ക്ലാസ് എന്ന് പറഞ്ഞ് 7 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. കോഗ്നേറ്റീവ് ആൻഡ് മോറൽ ഡെവലപ്മെന്റ് 6 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. അസസ്മെന്റ് ഓഫ് ലേണിംഗ് 5 തവണയും സൈക്കോമോട്ടോറും അഫക്റ്റീവ് ലേണിംഗും 5 തവണയും സെൽഫ് കോൺസെപ്റ്റ് ലോക്കസ് ആൻഡ് ഗോൾസ് 5 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് സെക്ഷനിലോട്ട് പോവാം. ഹൈ ആയിട്ടുള്ള ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിനേഷൻ റിവൈസ് ചെയ്ത് പോവേണ്ട ടോപ്പിക് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് വരാൻ സാധ്യതയുള്ള ടോപ്പിക്സുകളാണ്. പക്ഷെ ഇതിന്റെ ക്വസ്റ്റ്യൻസ് മാത്രമേ ഇവിടെ ഉള്ളൂ. ആൻസേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ലേൺ വൈസ് ആപ്പ് ത്രൂ നിങ്ങൾക്ക് അവൈൽ ചെയ്യാവുന്നതാണ്. എൻവയോൺമെന്റ് ആൻഡ് ലേണിംഗ് എന്ന ടോപ്പിക്കിനകത്ത് വന്നിട്ടുള്ളതാണ്. ഡിസ്കസ് ഹൗ ദ ക്ലാസ് ഡിഫറൻസ് ഇൻ ദ സോഷ്യലൈസേഷൻ അഫക്ട് ദ ചിൽഡ്രൻസ് ലേണിംഗ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കലി എക്സാമിൻ ദ എഫക്ട് ഓഫ് ദ സോഷ്യൽ ക്ലാസ് ഓൺ ലേണിംഗ് ബിഹേവിയർ ആൻഡ് അക്കാഡമിക് പെർഫോമൻസ് ഓഫ് ദ ലേണർ. തേർഡ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ദ suitable illustrations in the influence of the peer group on the learner's attitudes, values and academic achievements. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഹിഡൻ കരിക്കുലം വിത്ത് എക്സാമ്പിൾ. ആൻസർ കീ ലേൺ വൈസ് ആപ്പിനകത്ത് ഉണ്ട്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. അടുത്ത ഡൈനാമിക്സ് ഓഫ് ലേണിംഗ് എന്ന ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടാണ്. ക്രിട്ടിക്കലി എക്സാമിൻ പിഗേഷ് തിയറി ഓഫ് കൊഗ്നേറ്റീവ് ഡെവലപ്മെന്റ്. അടുത്തത് ഡിസ്കസ് ദ ഫീച്ചേഴ്സ് ഓഫ് വോട്സ്കി തിയറി ഓഫ് കൊഗ്നേറ്റീവ് ഡെവലപ്മെന്റ്. ഡിസ്കസ് ദ കോൾബർഗ് തിയറി ഓഫ് മോഡൽ ഡെവലപ്മെന്റ് ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻ ഫോർ ദ ക്ലാസ് റൂം പ്രാക്ടീസസ്. എക്സ്പ്ലെയിൻ എൻകൾച്ചറൈസേഷൻ ആൻഡ് അക്കൾച്ചറൈസേഷൻ പ്രോസസ് ഓഫ് ലേണിംഗ്. വി ഗീവ് എക്സാമ്പിൾസ്. അടുത്തത് അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്ന ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. വൈ ആർ ദ ഫോളോയിങ് consider important issues while accessing the learners, the data, the reference, the tools and techniques. Prepare the activities for the assessment of the concept, generalization habit learned by your learners. அடுத்த question, what are the principles of assessment? Illustrate how assessment of concept and generalization is been done. Another question, describe how the assessment of the values can be done. Give examples. Next, explain the assessment of the concept of learning with suitable examples. Another learning and scope എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. Discuss the concept of learning from the perspective of behaviorism, cognitivism and constructivism. Discuss the situated cognition approach to the learning. Explain the concept of legitimate peripheral participation. Next, explain the concept of authentic activities in learning. അടുത്തത് factors affecting the learning 1 അതിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. Explain Gardner's and Spearman theories of intelligence. Next, explain the concept of readiness to learn and maturization, their importance in the learning process. அடுத்தது, in any learning task, performance is contingent upon the both personal and environmental factors. Discuss how the aptitude and attitude and interest influence the learning.
നെക്സ്റ്റ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിംഗ് 2 എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഡിഫൈൻ ദ ഗോൾസ് ആൻഡ് ഇൻട്രസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദ റിലേഷൻ വിത്ത് ലേണിംഗ്. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ലോക്കസ് ഫോർ ദ control and the importance of learning. How do the locus of control and the level of aspiration influence the learning? Explain with suitable example. Explain the self-concept term and how does it affect the learning. Next, affective and locomotor learning when their organization the topic in the explain the concept and nature of affective learning. Suggest the strategies for the selecting and organizing curricular experience for the developing effective learning in your learners. Next, explain the different levels of affective development. Explain the concept of locomotor, psychomotor learning. Next, explain the different domains of psychomotor learning. Answer key learn wise apnathu available ആണ്. Constructivism എന്ന ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ള explain the social constructivism, illustrate how the social constructivism of knowledge can take place, differentiate among the various types of constructivism, illustrate how the construction of the knowledge take place according to the different versions of the constructivism, explain the views of objectivism and constructivism about the knowledge and how does the constructivism differ. അടുത്തതെന്ന് പറഞ്ഞാൽ explain the trends and systems എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. Why the guided learning is important for the learners, why the individualized instruction is important, explain the principles of program learning and prepare 12 to 15 program learning material frames from your learners and what you mean by learner autonomy. അടുത്ത ലേണിംഗ് ഇൻ ദ സ്കൂൾ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഇലിസ്ട്രേറ്റ് ദി അഡ്വേഴ്സ് ആൻഡ് പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഓഫ് ദ സ്കൂൾ എൻവയോൺമെന്റ് ഓഫ് ദ ലേണേഴ്സ്. ഇലിസ്ട്രേറ്റ് ദി എക്സാമ്പിൾസ് ഓഫ് ക്ലാസ് റൂം മാനേജ്മെന്റ് സ്റ്റൈൽ യൂസ് ബൈ ദ ടീച്ചേഴ്സ്, അതോറിറ്റേറിയൻ, പെർമസീവ് ആൻഡ് അതോറിറ്റേറ്റീവ്. അടുത്തത് എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് കണ്ടക്സ്റ്റ് ഓഫ് ക്ലാസ് റൂം മാനേജ്മെന്റ്, അലോക്കേറ്റഡ് ടൈം, ഇൻസ്ട്രക്ഷണൽ ടൈം ആൻഡ് എൻഗേജ്ഡ്. ഇനി പ്രൊഡക്റ്റീവ് പ്രാക്ടീസ് സെറ്റ് ആണ്. ഇവിടെ 2 മോക്ക് പേപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. ആൻസേഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ലേൺ വൈസ് ആപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ്. പ്രാക്ടീസ് സെറ്റ് എ ഹൈ പ്രോബിലിറ്റി പേപ്പർ ആണ്. ടൈം അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് 3 hours ആണ്. അറ്റംപ്റ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് 5 questions ആണ്. 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, ആൻസർ ദ ഫോളോയിങ് ഇൻ അബൌട്ട് 600 words each. Critically examine what's key social cultural perspective on learning and bring out its educational implications or discuss the meaning and types of learning with suitable classroom examples. Question number 2, answer the following question about 600 words each. Examine the effects of social class on the socialization and academic achievement or discuss the roles of home and community and mass media on the learner's development. Question number 3, answer the following in about 150 words each. A, classical and operative conditioning with 1 example. B, describe the cathedral levels of affective learning. C, what do you mean by the zone of proximal development. D, what is the concept of self-development and its effect on learning. E, describe the Rogers view on the person-centered teacher. F, explain the proactive and retroactive transfer of learning. Question number 4, explain the question. Access the following question about 600 words each. Explain the principles of assessment of learning and design the assessment activities for the measuring concept of generalization and its habit. അടുത്ത question number practice it to be question number 1. Answer the following questions in about 600 words each. Differentiate the types of constructivism and illustrate the knowledge of construction in each. Or discuss the humanities perspective on learning with reference to the Maslow, Rogers and Combs. Question number 2. Answer the following questions in about 600 words each. How do the locus of control, level of aspiration, and the concept of interact the influence of learning? Use the example. Critically examine Piaget's theory of cognitive development. Question number 3. Answer the following in about 150 words each. A, explain the concept of hidden curriculum. B, describe the classroom management style called authoritative. C, what is meant by legitimate peripheral participation. D, give the differences between short-term and long-term memory. D, explain the authentative activities in learning. And F, describe the values promoted for the mathematics learning. Question number 4, answer the following question about 600 weight reach. Explain the concept of nature of effective learning and recommended strategies for selecting and organizing a curriculum experiences to the development. ആൻസർ ടൂൾ റൈറ്റിംഗ് കിറ്റ് ആണ് നോക്കാൻ പോകുന്നത്. ഏതൊരു ആൻസർ എഴുതുമ്പോഴും ഒരു 3 പാർട്ട് വേണം. ഇൻട്രൊഡക്ഷനും ബോഡിയും കൺക്ലൂഷനും. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ 2-3 സെന്റൻസിൽ അതിന്റെ കീ ആയിട്ടുള്ള കോൺസെപ്റ്റ്സുകൾ കൊടുക്കുക എന്നുള്ളതാണ്. ബോഡി എഴുതുമ്പോൾ ബ്രീഫ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുക. കൺക്ലൂഡിംഗ് പോർഷൻ 2-3 സെന്റൻസിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇംപ്ലിക്കേഷൻ അവിടെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ആൻസർ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസുകൾ വരാം, ഡിസ്കഷൻ ബേസ്ഡ് ആൻസേഴ്സുകൾ വരാം. തിയറി ആണെങ്കിൽ അത് ആരെ തിയറി എഴുതി, എപ്പോൾ എഴുതി, അതിന്റെ ടെർമിനോളജീസും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും ലിമിറ്റേഷൻസും ക്രിറ്റിസിസും മോഡേൺ പ്രാക്ടീസും റിലേറ്റഡ് ആയിട്ടുള്ള തിയറീസും അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി ഡിസ്കഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് കൊടുക്കുക ഡിസ്കഷൻ ഫോർ ക്വസ്റ്റ്യൻസിന്. ഒരിക്കലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള പാത്തോ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള പാത്തോ എടുക്കരുത്. ന്യൂട്രൽ ആയിട്ടുള്ള സ്റ്റാൻഡ് എപ്പോഴും എടുക്കാനായിട്ട് ശ്രമിക്കുക. എക്സ്പ്ലെയിൻ ആണെങ്കിൽ ഡെപ്തും ക്ലാരിറ്റിയും മനസ്സിലാക്കിയിട്ട് അത് കമ്പോണൻസുകൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഇന്റർകണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനി ടൈം മാനേജ്മെന്റ് ആണ്. ആദ്യം 5 മിനിറ്റ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാൻ എടുക്കാം. 30 മിനിറ്റ് ആൻസർ എഴുതാനായിട്ട് എടുക്കും. ഒരു 6 മിനിറ്റ് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. ഒരു 15 മിനിറ്റ് നിങ്ങൾ മൊത്തം എഴുതി ആൻസർ ഒന്ന് വായിച്ചു നോക്കാം. ഓവറോൾ ക്വാളിറ്റി ആണ് നോക്കുന്നത്, അല്ലാതെ ക്വാണ്ടിറ്റി അല്ല.
ഫുൾ ആയിട്ടുള്ള വർക്ക്ഡ് ആയിട്ടുള്ള ആൻസേഴ്സ് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പ്രാക്ടീസ് സെറ്റ് എയുടെയും പ്രാക്ടീസ് സെറ്റ് ബിയുടെയും PYQയുടെ ബുക്ക്ലെറ്റ്, പേഴ്സണൽ ആയിട്ടുള്ള ഗൈഡൻസുകൾ, ഹൈ പ്രോബിലിറ്റി ക്വസ്റ്റ്യൻസ് പാക്കേജുകൾ വേണമെങ്കിൽ ലേൺ വൈസിൽ ഈ താഴെ കൊടുത്തിട്ടുള്ള വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 7592939616 എന്ന നമ്പറിലേക്ക് കണക്ട് ചെയ്യും. നിങ്ങൾക്ക് ആ നമ്പറിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ലഭിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാക്ടീസ് സെറ്റ് എയുടെയും പ്രാക്ടീസ് സെറ്റ് ബിയുടെയും ഫുൾ ആയിട്ടുള്ള ആൻസേഴ്സുകൾ, PYQയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ബുക്ക്ലെറ്റുകൾ, ഹൈ പ്രോബിലിറ്റി ക്വസ്റ്റ്യൻ പാക്സുകൾ, പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഗൈഡൻസുകൾ, മെന്റർ സപ്പോർട്ടുകൾ, അത് മാത്രമല്ല ലേൺ വൈസിന്റെ അഡ്വാൻസ് ലേണിംഗ് എക്കോസിസ്റ്റത്തിലേക്കുള്ള എൻട്രി കൂടിയാണ്. അത് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലേൺ വൈസ് നിങ്ങളെ എൻറോൾ ചെയ്യിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ടേം ആൻഡ് എക്സാമിനേഷൻ. ഇതുപോലുള്ള PYQസിന്റെ വീഡിയോസുകൾ വേണമെങ്കിൽ ലേൺ വൈസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.